നമസ്കാരം. നമ്മുടെ ക്ലിനിക്കിലേക്ക് വന്ന ഒരു പേഷ്യൻ്റാണ്. ഗുരുവായൂരിൽ നിന്നാണ് ഇവർ വരുന്നത്. ആളുടെ ഹസ്ബൻഡാണ്. ഇവർ രണ്ടുപേരും കൂടി വരുമ്പോൾ ഒരു ഇലക്ഷൻ ഡ്യൂട്ടിയുടെ സമയത്ത് ഒരു ചെറിയൊരു വീണതാണ്. അപ്പോൾ കാലിന് നീരും നല്ല വേദനയൊക്കെ ആയിട്ടാണ് വന്നത്. ഇവിടെ വന്ന് നമ്മളൊരു 7 ദിവസത്തെ ഒരു ഒഴിച്ചില് കാലിന് ഒഴിഞ്ഞു. ഇപ്പൊ ആൾക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ആളുടെ വാക്കുകളിലൂടെ തന്നെ അറിയാം. ഓക്കെ, നമസ്കാരം. എൻ്റെ പേര് ജിനിത എന്നാണ്. ഞാൻ ഗുരുവായൂരിൽ നിന്ന് വരുന്നു. അപ്പോ വീണു എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയായിരുന്നു സംഭവിച്ചത്? എനിക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഞാനൊരു സ്കൂളിലായിരുന്നു. അങ്ങനെ ആ സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെ സ്റ്റെപ്പായിരുന്നു. സ്റ്റെപ്പിന്റെ സൈഡിൽ ഞാൻ നിൽക്കുമ്പോൾ ടീച്ചേഴ്സുകൾ പോകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ടീച്ചേഴ്സിന് പുറത്തുനിന്ന് ഡ്യൂട്ടിയുടെ വിളി വന്നു. അപ്പൊ അവര് എന്നെ ഓവർടേക്ക് ചെയ്ത് കടന്നതാണ്. പക്ഷെ എന്റെ മേല് തട്ടി ഞാൻ അങ്ങനെ സ്റ്റെപ്പിൽ കടന്ന് അപ്പുറത്തോട്ട് വീഴുന്നു. ആ വീഴുന്ന സൈഡിൽ ഒരു കമ്പി ഉണ്ടായിരുന്നു. അതിൽ എന്റെ കാല് തട്ടുക ചെയ്തത്. അങ്ങനെ കാല് തട്ടി മറിഞ്ഞു വീണ വഴിക്ക് നല്ല നീരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന ഡോക്ടർ പറഞ്ഞ ചതവ് മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പിന്നെ അലോപ്പതി ഡോക്ടറെ കണ്ടു. അപ്പോഴും അവരുടെ ഭാഗത്തു നിന്ന് എല്ലിൽ പൊട്ടലൊന്നുമില്ല, ചതവുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കുറെ ദിവസം കാല് കയറ്റി വെച്ചിട്ടും നമുക്കത് മാറുന്നില്ല. അപ്പൊ പിന്നീടാണ് ഞാൻ ഡോക്ടറെ ഹസ്ബൻഡിനെ പറ്റിയിട്ട് അറിഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങളോട് എത്തിപ്പെട്ടത്. വന്ന് ഒരു 2-3 ദിവസം വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ എന്നോട് പറഞ്ഞത് ശരിക്കും എല്ലിന് പറ്റിയിട്ടില്ലെങ്കിലും താങ്കളുടെ ഞരമ്പ് തെറ്റി പിണഞ്ഞു കിടക്കുന്നുണ്ട്, ഞരമ്പിലാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അത് പതുക്കെ കുഴിഞ്ഞ് ഒരു 7 ദിവസം കൊണ്ട് എനിക്ക് ഭേദമാവാണ് ചെയ്തത്. ഇപ്പൊ നമ്മുടെ ഇവിടെ വന്ന് ഒരു 7 ദിവസം ഒഴിച്ചിലൊക്കെ കഴിഞ്ഞില്ല. അപ്പൊ ആ ഫീഡ്ബാക്ക് ഒന്ന് ഷെയർ ചെയ്യാം. പറയുകയാണെങ്കിൽ വളരെ രീതിയിൽ, അതായത് നല്ല രീതിയിൽ എൻ്റെ കാല് നടക്കാൻ പറ്റുന്നുണ്ട്. മുമ്പാണെങ്കിൽ എനിക്ക് കാല് നടക്കുമ്പോൾ ഒരു വലിച്ചില് പോലെ ഒരു കഴപ്പും വേദനയൊക്കെ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് റിലാക്സ് ആയി. എൻ്റെ കാലിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ ബോഡി, ഡോക്ടർ പറഞ്ഞില്ല എൻ്റെ ബോഡി ചെക്ക് ചെയ്തപ്പോ നീർക്കെട്ടുണ്ടെന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തായാലും ഞാൻ 7 ദിവസം ഒഴിയാന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. എന്ന് വെച്ചാൽ ഞാനിതും കൊണ്ട് അല്ലെങ്കിൽ ജീവിതകാലം കൊണ്ട് നടന്നേനെ. പക്ഷെ അത് നന്നായി ഭേദമായിട്ടുണ്ട്. ഫുൾ ബോഡി ഒഴിച്ചിലാണ് നമ്മൾ ഇനി ചെയ്യണം. ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ അത് ഒഴിച്ചിൽ കഴിഞ്ഞിട്ട് തന്നെ പോവുള്ളൂ. അതിനുശേഷം ബാക്കി വിശേഷം പറയാം. ഇപ്പോൾ ജിനിതയുടെ എക്സ്പീരിയൻസ് ആണ് നമ്മളോട് ഇവിടെ ഷെയർ ചെയ്തത്. കാല് ഇവിടെ വരുന്ന സമയത്ത് ശരിക്കും ആ കമ്പിയുടെ ഇടയിൽ പെട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു തിരിഞ്ഞ പോലെയായിരുന്നു. അതവിടെ ആ ഞരമ്പ് പിണഞ്ഞിട്ട് കാല് നേരെ വയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അത് നമ്മളിവിടെ ഒഴിഞ്ഞ് ശരിയാക്കി. അപ്പം ലേഡീസിനൊക്കെയും ഒഴിയിലും ഇതൊക്കെ നടത്തുന്നത് ഞാനാണ്. അതുപോലെ ജെൻസ് വരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡാണ് ഒഴിച്ചിൽ നടത്തുക. ഞങ്ങളുടെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ ഇടാം. അപ്പോൾ എല്ലാവരും കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.